തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായുള്ള നടപടികൾ തുടരുകയാണ്. വനവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയും സംഘവും അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. ആനയെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ, ഒരുപക്ഷെ നിലവിലെ ഈ ഒരു ദൗത്യം അതീവ ദുഷ്കരമായി തന്നെ പോവുകയാണ്. എന്നിരുന്നാൽ കൂടിയും ഡോക്ടർ അരുൺ സക്രിയയുടെ ആ ഒരു പ്രതികരണത്തിലേക്ക്. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നോക്കി നമ്മൾ സെഡേറ്റ് ചെയ്യാം, മാറ്റിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടൊരു ലൊക്കേഷൻ വേണം. നമുക്ക് അല്ലാണ്ട് നമുക്ക് പറ്റില്ല, വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല, ഡെത്താവും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു വൂണ്ടാണ്. പരിക്കുന്ന തോന്നുന്നത് ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല, ഒരു പ്രൊജക്ടൈൽ പോയ ഒരു വൂണ്ടായിട്ട് തോന്നുന്നില്ല, ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ അത് നമുക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ സ്കാനേഴ്സ് ഉണ്ട്, അതെല്ലാം വെച്ചിട്ട് നമ്മൾ പരിശോധിക്കും. എല്ലാം വിഷയം ചെയ്യാം. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ, ദൗത്യം അതീവ ദുഷ്കരമായി തുടരുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ദൗത്യം പുരോഗമിക്കുന്നത്? വിഷ്ണു, എന്തായാലും ഈ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഒടുവിൽ ദൗത്യ സംഘം എത്തിയിരിക്കുന്നത്. അത് ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൽ നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ അപ്പുറം, അതായത് ഈ പുഴ കടന്ന അപ്പുറത്തെ തുരുത്തിലാണ് ആന നിലയുറച്ചിരിപ്പിക്കുന്നത്. ഏതാണ്ട് ഈ അരമണിക്കൂറോളം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന അതേ സ്ഥലത്ത് തന്നെ ആനയുണ്ടായിരുന്നു. ഇപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പാണ് ആന വീണ്ടും ഈ പ്ലാന്റേഷനകത്തേക്ക് കയറിയിട്ടുള്ളത്. ഈ ദൗത്യസംഘവും ആനയും തമ്മിലുള്ള അകലം ഏതാണ്ട് 250 മീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും കൂടിയിരിക്കുന്നു. കാരണം ആന നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എന്തായാലും ദൗത്യസംഘം എത്തിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ആന നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുഴയാണ്. അപ്പോൾ ഈ മയക്കുവെടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുഴയുടെ കരയിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിൽ ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കും കൂടുതൽ പ്രശ്നങ്ങളിലേക്കും സ്ഥിതി സങ്കീർണമാക്കുന്നതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ആനയെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്ലാന്റേഷനകത്തേക്ക് കയറ്റാനുള്ള ഒരു തീരുമാനമുണ്ട്. 1-2 പടക്കങ്ങൾ അങ്ങനെ പൊട്ടിച്ചിരുന്നു. എന്തായാലും ആനയെ ഈ പ്ലാന്റേഷനകത്തേക്ക് കയറ്റി അകത്ത് വെച്ചുകൊണ്ട് മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഈ കുങ്കിയാനകളുടെ ആവശ്യമില്ല എന്നാണ് രാവിലെ ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലേക്ക് ശല്യമായിട്ടുള്ള ഒരു ആനയെ നാട് കടത്തുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ആനയെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു മുൻഗണന. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ചുകൊണ്ട് അത്തരത്തിൽ ക്ലോസ് റേഞ്ചിലേക്ക് എത്തിക്കൊണ്ട് ആനയെ ചികിത്സിക്കുക, നേർക്ക് നിന്നുകൊണ്ട് ആനയുടെ മസ്തകത്തിലെ മുറിവിനെ ഉണക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ നൽകുക എന്ന് തന്നെയാണ് പ്രഥമ പരിഗണന. അതുകൊണ്ട് തന്നെ കുങ്കിയാനകളുടെ ആവശ്യം നിലവിലില്ല. പക്ഷേ അത്തരത്തിലൊരു ആവശ്യം വരികയാണെങ്കിൽ കുങ്കിയാനകൾ, കൊന്തി സുരേന്ദ്രൻ അടക്കമുള്ള ആനകൾ, വിക്രമൊക്കെ തയ്യാറാണ്. ഒരു ഫോൺ കോളിന് അപ്പുറത്ത് ഈ കുങ്കിയാനകളുണ്ട്. പക്ഷേ അതിലേക്ക് ആ ആവശ്യത്തിലേക്ക് വരില്ല എന്ന് തന്നെയാണ് രാവിലെ അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തായാലും ആന ഇപ്പോൾ പ്ലാന്റേഷനകത്തേക്ക് കടന്നിരിക്കുകയാണ്. ആന പുഴയിൽ നിന്ന് അകലം കൂടിക്കൊണ്ടുവരുന്നു. അതൊരു പക്ഷെ നല്ല ഒരു അവസരം തന്നെയാണ്. കാരണം ഈ പുഴയുടെ അടുത്ത് വെച്ചുകൊണ്ട് ആനയെ മയക്കുവെടി വെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ഥിതി സങ്കീർണമാക്കുന്നതിലേക്കും ഗുരുതരമാകുന്നതിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ആനയെ എത്രയും പെട്ടെന്ന് ഈ പുഴക്കരയിൽ നിന്ന് നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അതിനുവേണ്ടി പടക്കം പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സുസജ്ജമാണ് ഇവിടുത്തെ സംഘം. എത്രയും പെട്ടെന്ന് തന്നെ ആനയെ പിടികൂടിക്കൊണ്ട് ഈ മുറിവ് എത്രത്തോളം, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ്, അതിന്റെ ആഴം എത്രയാണ്, എങ്ങനെയാണ് അത് ഉണ്ടായത്, അരുൺ സക്രിയ പറയുന്നത് ഒരു ഹിറ്റ് വുണ്ടാണെന്ന് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ സ്വാഭാവികമായും ഈ കാടിന്റെ ചില നീതികളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോരടിക്കുന്നതിനിടെയോ പ്രത്യേകിച്ച് ഈ പ്രചരണകാലം പോലുമാണ്. അപ്പോൾ അതിനിടയിൽ എങ്ങനെ സംഭവിച്ചതാകാം എന്നൊക്കെയാണ് ഒരു സൂചനകൾ വരുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനാദ്യം ആനയെ മയക്കുവെടി വെക്കേണ്ടതുണ്ട്. എന്തായാലും അതിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.